അപകടത്തെ തുടർന്ന് ശരീരം തളർന്നെങ്കിലും പ്രായമായ മാതാവിനെ സംരക്ഷിക്കാനും തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനും മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്തു നൽകി തുച്ഛമായ വരുമാനം കൊണ്ട് കഠിന പ്രയത്നം നടത്തുകയാണ് തൃശൂർ മണലൂർ കാരമുക്ക് സ്വദേശിയായ അഖിൽ എന്ന 33-കാരൻ. 2000 രൂപയുടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കൊച്ചുമുറിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൂപ്പൺ അച്ചടിച്ചിറക്കി നിരാലംബരായ അമ്മയ്ക്കും മകനും വീടൊരുക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. വിദേശത്തായിരുന്ന അഖിൽ കൊറോണ സമയത്ത് ജോലി നഷ്ടമായതിനെ തുടർന്ന് നാട്ടിലെത്തി സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്നു. 3 വർഷം മുമ്പ് നടന്ന ബൈക്ക് അപകടത്തിൽ അഖിലിന്റെ ശരീരം പൂർണ്ണമായി തളർന്നു. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും കാരുണ്യത്തിൽ ചികിത്സ. ഇപ്പോൾ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഫിസിയോതെറാപ്പി അടക്കം സൗജന്യമായി നൽകി അഖിലിനെ തിരികെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ പ്രയത്നിച്ചു. ഇലക്ട്രിക് വീൽചെയറും ലഭിച്ചു. വീട്ടുപണികൾക്ക് പോയിരുന്ന അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് നിത്യജീവിതത്തിനുള്ള ചിലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. സേവനം ആവശ്യമില്ലെങ്കിൽ കൂടി അഖിലിന് താങ്ങാകാൻ സുഹൃത്തുക്കൾ ഒപ്പം നിന്നു. ഇതിൽ നിന്നും 6000 രൂപയോളം അഖിലിന് മാസം സ്വന്തം പ്രയത്നത്തിൽ ലഭിച്ചു. ഏകദേശം ആക്സിഡന്റ് പറ്റി ഒരു 2 വർഷത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. ഈ കാണുന്ന ചുമരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ പുറത്തോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ആശ്രയിച്ച് മാത്രമായിരുന്നു ഞാൻ പുറത്തോട്ട് പോയിരുന്നത്. പിന്നീട് എൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ എനിക്ക് പോവാന്ന്. ഞാൻ അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പ്രകാരം ഇവിടെ ഒരു ചേട്ടൻ, ഷാബു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, അവരുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഓഫീസ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലൂടെ എനിക്കൊരു വീൽ ചെയർ കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുറത്തോട്ടും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ മാറ്റങ്ങൾ എനിക്കും ഉണ്ട് മാനസികമായിട്ട്. കാരണം ഈ ചുമരുകൾക്കുള്ളിലല്ല എൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞത് തന്നെ ഈ ഒരു വീൽ ചെയർ കിട്ടിയപ്പോഴാണ്. കാരണം എനിക്ക് പഴയതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആ സമയത്തൊന്നും ഓർമ്മയില്ല. പിന്നീട് കുറച്ച് നാള് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീടാണ് മനസ്സിലായത് സ്പൈനൽ കോഡിനാണ് ഇഞ്ചുറി പറ്റിയതെന്നെല്ലാം. അതിനുശേഷം എൻ്റെ അരയ്ക്ക് താഴെ തളർന്നു. അതുപോലെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ടായി. എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുടെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീട് ഫിസിയോന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയി. ചെറിയ രീതിയിൽ മൊബൈൽ റീചാർജും പിന്നെ ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നിരുന്നാലും ഈ ഒരു വാടക വീട്ടിൽ നിന്ന് ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ഒഴിയാൻ പറഞ്ഞുള്ളൊരു അവസ്ഥയാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. 2000 രൂപ വാടകയ്ക്ക് ഏതാനും വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന ഇടം ഇതിനെ വീടെന്നും വിളിക്കാം. ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു തൊഴുത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത ഒരു ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടം. അവിടെയാണ് അഖിലും കുടുംബവും താമസിക്കുന്നത്. വീട്ടുടമസ്ഥർ ഒഴിയണമെന്ന് നിബന്ധന വച്ചതോടെ പെരുവഴിയിൽ ആകുന്ന അവസ്ഥയിൽ അഖിലിനെ സഹായിക്കാനും നാട്ടുകാരെത്തി. മണലൂർ പഞ്ചായത്തിലെ കാരമുക്ക് പ്രദേശത്ത് അഖിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ 3 വർഷം മുമ്പ് വൈകിട്ട് ബൈക്കിൽ വരുമ്പോൾ ഒരു അപകടം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ശരീരം പൂർണ്ണമായി തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ 3 വർഷം മുമ്പ് മാരകമായിട്ടുള്ള അപകടം പറ്റിയ അഖിലിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി വലിയ സംഖ്യ ആവശ്യമായി വന്നപ്പോൾ ആ പ്രദേശത്തെ 50ഓളം വരുന്ന കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കുകയും ആ ചികിത്സാ സഹായ സമിതി കേരളത്തിലെയും പുറത്തും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു വാടക വീട് എടുത്തു കൊടുക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരു ഹോം നേഴ്സിന്, പ്രായമായിട്ടുള്ള അമ്മയാണ്, അച്ഛൻ ക്യാൻസർ രോഗിയാണ്, അതുകൊണ്ട് ആ ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വാടക വീട് ഒരു വീടിൻ്റെ സ്റ്റോർ റൂമിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ വീട് ഒഴിയണമെന്ന് ആ വീട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ആ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് ആ അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി വീട് പണിയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും 1 മാസം മുമ്പ് കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ഥലം ഞങ്ങളിപ്പോൾ 5 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി കരാർ എഴുതുകയും 2,20,000 രൂപയ്ക്ക് കരാർ എഴുതി അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഈ മാസം 30-ന് നടക്കുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ചെറുപ്പക്കാരന് ഒരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ടാവുകയും
വീട് പണിയാൻ ആവശ്യമായിട്ടുള്ള തുടക്കം കുറിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ്. ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ അവർ അഖിലിന് വേണ്ടി ഒരു സമ്മാന കൂപ്പണും പുറത്തിറക്കി. 10 ലക്ഷത്തിലധികം രൂപ വരുന്ന സ്ഥലത്തിന് അഡ്വാൻസും കൊടുത്തു. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുമുള്ള തുകയ്ക്കായി നാട്ടുകാർ സമ്മാന കൂപ്പൺ പുറത്തിറക്കി കഠിന പ്രയത്നത്തിലാണ് ഒരു കൂട്ടം ആളുകൾ. സ്വന്തമായ ഒരു ഭവനവും പ്രായമായ മാതാവിനെ പോറ്റാൻ തളർന്നിരിക്കുന്ന അവസ്ഥയിലും മനസ്സാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കൂടി ചെയ്തു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആഗ്രഹവും.